ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ അണ്ണാത്തെ ഇപ്പോൾ സൺ നെക്സ്റ്റിൽ ആസ്വദിക്കാം. സംശയങ്ങളായി നേരു കണ്ടോരുമില്ല. ദേഹമെന്നതും ദേഹി എന്നതും മണ്ണമെന്നതും സത്യമല്ലയോ ജനനമെന്നതും മരണമെന്നതും നിത്യസന്ദേഹമേ. നിശകളിലായി മരണഭയം ഇരുളരിവായി ഒഴുകി വരും. നിദ്രയിലായി കനവ് ഭയം മിഴിയടഞ്ഞാൽ തനികെ വരും. നന്ദനി 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 ഏയ് ഒന്ന് നിന്നേ. ഇങ്ങോട്ട് വാ. എന്താ കാര്യം? എന്താ ഇത്? കാറിൽ അഴുക്ക് വെള്ളം ഒഴിച്ചിട്ട് മിണ്ടാതെ പോവാണോ? അയ്യോ, ഇത് അഴുക്ക് വെള്ളമല്ല, ജപിച്ച വെള്ളമാ. ജപിച്ച വെള്ളം? എന്റെ കാറിന് കൂടോത്രം ചെയ്തതാണോ? നീ എന്താ വലിയ മന്ത്രവാദിനിയാ? ഞാൻ മന്ത്രവാദിനിയൊന്നുമല്ല, എന്റെ മോളുടെ ബാധ ഒഴിപ്പിക്കാൻ വന്നതാ. ഭയങ്കര ശക്തിയുള്ള മന്ത്രവാദിനിയാ. ഏതാ പെണ്ണ്? കാണട്ടെ. ആവാ. ഭൈരവി, നീ ഇവിടെ ഉണ്ടായിരുന്നു? നിന്നെ ഞാൻ എവിടെയെല്ലാം തെരഞ്ഞെന്നറിയോ? നിന്നെ കണ്ടപ്പോ എനിക്ക് എത്ര സന്തോഷമായെന്നറിയോ? എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, ഞാൻ പറയട്ടെ? ഞാനിപ്പോ ഒരു പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പുറത്ത് കാത്തു നിൽക്ക്. ആ ശരി ശരി, അത് കഴിഞ്ഞിട്ട് എന്നെ വിളിക്കേ, ഞാൻ പുറത്തുണ്ടാവും. നിങ്ങൾ വാ വാ, ഇവിടെ ഇരിക്കാം. എന്നോട് പറ, ആരാ നീ? നീ എത്ര തവണ ചോദിച്ചാലും ഞാൻ പറയില്ലടി. പറഞ്ഞില്ലെങ്കിൽ നിന്നെ കൊണ്ട് പറയിപ്പിക്കും ഞാൻ. നിന്നെ കൊണ്ട് അതിന് കഴിയില്ല. ശൂലിനി, നീലി, മര്യാദയ്ക്ക് പറ, ആരാ നീ?
പറയ്, ആരാ നീ? എന്റെ പേര് മേരീന. 6 മാസമായി ഈ പെണ്ണിന്റെ ദേഹത്ത് കൂടിയിട്ട്. ഇനി ഒരു നിമിഷം പോലും നീ ഇവളുടെ ശരീരത്തിൽ ഉണ്ടാവരുത്. പുറത്തു പോ. ഞാൻ പോയില്ല. നീ പോയില്ലെങ്കിൽ പുറത്താക്കാനുള്ള വിദ്യ എനിക്കറിയാം. എന്നെ ഓടിക്കാൻ ശ്രമിച്ച നിനക്കാണ് ആപത്ത്. നീ എന്ത് ചെയ്യുമെന്ന്? നിന്നെ നശിപ്പിക്കും ഞാൻ. ഞാൻ പ്രേതാത്മാക്കൾക്ക് എറിച്ചോറ് കൊടുക്കുന്നവളാ. നിനക്ക് എന്നെ ഒന്ന് സ്പർശിക്കാൻ പോലും കഴിയില്ല. മര്യാദയ്ക്ക് ഇവളെ വിട്ട് പോയിക്കോ. പറ്റില്ല. പോയിക്കോ. ഇവളെ വിട്ട് പോകാൻ. പോയിക്കോ. ഞാൻ പൊക്കോളാം. പുറത്തു വാ. അമ്മ എപ്പോഴാ തിരിച്ചു നാട്ടിലേക്ക് വന്നത്? അല്ല മോളെ, നമ്മളാ ഭൈരവിയെ കാണാൻ ഇങ്ങോട്ട് വന്നത്. മോളുടെ ദേഹത്തു കൂടിയ ബാധയെ ഭൈരവിയെ ഒഴിപ്പിച്ചത്. ഒരുപാട് നന്ദിയുണ്ട് അമ്മേ. ഇനി ഇവരുടെ ദേഹത്ത് ഒരു ദുഷ്ടശക്തിയും പ്രവേശിക്കില്ല. നന്നായി കല്യാണമൊക്കെ നടത്ത്. കൂട്ടിക്കൊണ്ട് പോയിക്കോ. ഒരുപാട് നന്ദിയുണ്ട്. കൊണ്ടുവരാം. മുരുക, അമ്മേ. ബാക്കിയുള്ളവരോടൊക്കെ പിന്നീട് വരാൻ പറഞ്ഞിട്ട് ദേവിയോട് അകത്തേക്ക് വരാൻ പറയും. ശരി അമ്മേ. അവരോട് സംസാരിച്ച് നമുക്ക് ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാം. അമ്മ നിങ്ങൾ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. ആ ശരി. അതെ, നിങ്ങൾ ഇവിടെ ഇരുന്നോ. എല്ലാവരും ഇനി നാളെ വന്നാ മതി. ശരി സ്വാമി. ഭൈരവി, എന്തു പറ്റി? കൊട്ടാരവ് സ്വത്തുക്കളൊക്കെ നേടാൻ ആഗ്രഹിച്ചിട്ട് എന്തെങ്കിലും കിട്ടിയോ? എന്റെ ഏട്ടനോടുള്ള ബന്ധം തന്നെ ഇല്ലാതായിരിക്കുക. പിന്നെ സ്വത്തിന്റെ കാര്യം ചോദിച്ചാൽ എങ്ങനെയാ? നിങ്ങൾ എന്നാ കൊട്ടാരം വിട്ടു പോയോ അന്ന് തന്നെ ഞാനും ആ പടിക്ക് പുറത്തായി. അപ്പോ നിങ്ങൾ കൊട്ടാരത്തിലല്ലേ ഇപ്പൊ താമസിക്കുന്നത്? ഇല്ല, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായതറിഞ്ഞ് ഏട്ടൻ എന്നോട് ദേഷ്യപ്പെട്ടു. അതോടെ ഞാനും വെളിയിലായി. അതിനുശേഷം ആ കൊട്ടാരത്തിൽ എന്തൊക്കെ നടന്നു എനിക്ക് ഒരു പിടിയില്ല. അവിടെ ഒന്ന് കേറിക്കൂടാൻ ഒരു വഴി അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുക. വഴിയൊക്കെ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഒരിക്കലും വീട്ടിലേക്ക് കേറി പോരുതെന്ന ഏട്ടൻ പറഞ്ഞിരിക്കുന്നെ. പിന്നെ ഏത് മുഖം വെച്ചാ ഞാൻ അങ്ങോട്ട് കേറിച്ചില്ല? പറ.
ഈ മുഖവും വെച്ചുകൊണ്ടല്ലേ നിങ്ങൾക്ക് അങ്ങോട്ട് കയറാൻ പറ്റാത്തത്? ഏത് മുഖവും വെച്ച് അവിടേക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞു തരാം. എങ്ങനെയുണ്ട് എന്റെ പ്ലാൻ? ഇഷ്ടമായോ? ഭൈരവി, സൂപ്പർ ഭൈരവി, സൂപ്പർ. താങ്ക് യു സോ മച്ച്. എന്തായാലും നിങ്ങൾ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ചത് നല്ലൊരു ഐഡിയ. ഈ ഒരു ഐഡിയ നടന്നു കിട്ടിയ എന്റെ ഏട്ടന്റെ സ്വത്ത് മുഴുവൻ എന്റെ കയ്യിൽ തന്നെ വന്നു ചേരുമെന്ന് എനിക്ക് ഉറപ്പായി. പിന്നെ ഭൈരവി, ആ സ്വത്തിന്റെ കയ്യിൽ വന്നു ചേർന്ന അതിൽ പാതി സ്വത്ത് ഭൈരവിക്കുള്ളതാ. എനിക്ക് നിങ്ങളുടെ സ്വത്തൊന്നും വേണ്ട. നിങ്ങൾ എന്നെ വിശ്വസിച്ചില്ലേ, അതുകൊണ്ടാ കൂടെ നിൽക്കുന്നത്. നിങ്ങൾ പോയി വരൂ. കൺഫ്യൂഷനിലാ വന്നത്, ഇപ്പൊ സമാധാനായി. എല്ലാം ഭൈരവി കാരണ. താങ്ക്സ് ഭൈരവി. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഏയ്, ഇതൊന്നും നിനക്ക് വേണ്ടി ചെയ്യുന്നതല്ല. നീ അവിടെ ചെന്നാലേ എനിക്കവിടെ കയറി പറ്റാൻ കഴിയൂ. ഞാൻ അവിടെ വന്നാൽ മാത്രമേ എനിക്ക് അരുണിനെ കൊല്ലാൻ കഴിയൂ. അതിനാദ്യം നീ അവിടെ എത്തിയേ പറ്റൂ. മോളോ, നീ എപ്പോഴാ വന്നേ? ഞാൻ എപ്പോഴേ വന്നു. അല്ല, ഞാൻ വന്നതുപോലെ അറിയാതെ അച്ഛൻ എന്ത് പാട്ടാ വച്ചോണ്ടിരുന്നേ? ഇത് സോങ് അല്ല മോളെ, വോയിസാ. ആരുടെ വോയിസാ? മോളുടെ അമ്മയുടെ വോയിസാ. ഞാൻ മലേഷ്യയിലായിരുന്നപ്പോ മോളുടെ അമ്മ എന്നും എന്നോട് ഫോണിൽ സംസാരിക്കുമായിരുന്നു. അവള് പറയുന്നതൊക്കെ വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് കരുതിയാ ഞാനിന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചത്. എനിക്ക് ജാനകിയുടെ ഓർമ്മ വരുമ്പോഴൊക്കെ ഞാൻ അവളുടെ ഈ വോയിസ് ഇട്ട് കേൾക്കാറുണ്ട്. അവളെന്റെ അടുത്തുള്ള പോലെ ഒരു തോന്നല അപ്പോഴൊക്കെ. അതുപോലൊരു വോയിസ് ആർക്കും ഇല്ല മോളെ. ശരി, അച്ഛൻ പോയിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. ഇവളിത് എവിടെ പോയി? അരുണേട്ടാ, എന്തു പറ്റി? എന്നെ മറക്കാൻ പറ്റുന്നില്ലല്ലേ?
എന്നെ സ്വപ്നം കണ്ടോണ്ടിരിക്കുവാണോ? നിനക്ക് എന്നോട് ഒരുപാട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ ഞാനന്ന് പറഞ്ഞതൊക്കെ റെക്കോർഡ് ചെയ്തത് നീ ഇപ്പോഴും കേട്ടോണ്ടിരിക്കുന്നേ? ഒരുപാട് സ്വപ്നങ്ങൾ ഒന്നിച്ച് കണ്ടവരല്ലേ നമ്മൾ. കുറെ കാലം ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര സന്തോഷമായിരുന്നേനെ. അതൊന്നും നടക്കാതെ പോയല്ലോ. ഒരുപാട് സ്വപ്നങ്ങൾ ഒന്നിച്ച് കണ്ടവരല്ലേ നമ്മൾ. കുറെ കാലം ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര സന്തോഷമായിരുന്നേനെ. അതൊന്നും നടക്കാതെ പോയല്ലോ. എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിലും നിങ്ങളെ കണ്ട് ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. എന്റെ ഓർമ്മ നിങ്ങൾക്കും നിങ്ങളുടെ ഓർമ്മ എനിക്കും ഉള്ളിടത്തോളം കാലം ഒരു ശക്തിക്കും നമ്മളെ വേർപെടുത്താൻ കഴിയില്ല. ദേവസേന, ഇപ്പൊ ഇവിടെ മോളുടെ അമ്മയുടെ ശബ്ദം കേട്ടായിരുന്നോ? അമ്മ അച്ഛന്റെ കൂടെ സംസാരിച്ചു അച്ഛാ. മോളും കേട്ടായിരുന്നോ? സംസാരിച്ചതേ ഞാനാ. ഹെഡ്ഫോണിൽ ഞാൻ അമ്മയുടെ വോയിസ് കേട്ടു. അച്ഛൻ അമ്മയുടെ വോയിസ് ഒരുപാട് ഇഷ്ടമല്ലേ, അതുകൊണ്ടാണ് ഞാൻ അമ്മയെ പോലെ സംസാരിച്ചേ. അമ്മയുടെ ശബ്ദം എങ്ങനെയുണ്ടായിരുന്നു അച്ഛാ? അത് കേട്ടപ്പോ അച്ഛന്റെ സന്തോഷമായോ? എടാ അരുൺ, കേട്ടോണ്ടിരുന്നാ മതിയോ? എന്തെങ്കിലും മറുപടി പറയടാ. ജാനകി എന്റെ കൂടെ ഇല്ലെന്നാ ഞാൻ കരുതിയിരുന്നത്. പക്ഷെ അവിടെ ഇപ്പൊ നിന്റെ രൂപത്തിൽ എന്റെ കൂടെ ഉണ്ട് മോളെ. നീ ഇപ്പൊ സംസാരിച്ചത് നിന്റെ അമ്മ ജാനകിയുടെ അതേ ശബ്ദത്തിൽ തന്നെയാ മോളെ. ലക്ഷ്മി, എന്താ മോളെ? ഈ നേരത്തെ അവിടെ എന്തെടുക്കുവാ? കൊച്ചമ്പ്രാൻ ഡ്രിങ്ക്സ് കഴിച്ചോണ്ടിരിക്കുക. എന്നോട് ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞു. ശരി, നീ പോയിക്കാൻ ഞാൻ നോക്കിക്കോളാം. ശരി.
രക്ഷപ്പെട്ടു. പക്ഷെ ഇത്തവണ നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. എത്രയോ തവണ നീ രക്ഷപ്പെട്ടു. പക്ഷെ ഇത്തവണ നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഓംലെറ്റ്. ആ ഗംഗേ, സോറി കേട്ടോ. കുറച്ച് നാളായിട്ട് നിർത്തിയിരുന്നതാ. ഇന്ന് ജാനകിയെ ഞാൻ പ്രപ്പോസ് ചെയ്ത ദിവസം രാവിലെ ദേവസേന ജാനകിയെ പോലെ സംസാരിക്കുകയും കൂടെ ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ അവളുടെ ഓർമ്മ മാത്രമായിപ്പോയി. അതാ ഞാൻ കുടിച്ചേ. അവളെ ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ എന്താ നടന്നതെന്നറിയോ? അവൾ എന്നെ പിടിച്ച് കെട്ടിയിട്ടെന്നേ. ഗംഗ, ദേവസേന അവിടെ തനിച്ച് കിടന്നുറങ്ങുക. നീ അവളുടെ കൂടെ പോയി കിടന്നുറങ്ങിക്കോ. ശരി, പെട്ടെന്ന് വന്നേക്കണേ. ആ ശരി. ഓംലെറ്റ് ഒന്ന് തൊട്ടിട്ട് പോലുമില്ല.